ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ചെയ്യുന്നതിന് മുമ്പ് വേറെ കാര്യം പറയാം. എന്നാ പറയും, നമ്മൾ ചില മാളുകളിലും അതുപോലെ ഫുഡ് ഫെസ്റ്റിവലിലും ചില സിനിമാ തിയേറ്ററിലൊക്കെ ചില ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ ഇഷ്ടമാണ്. പിള്ളേർക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്ന് കഴിക്കുന്നതാണ്. ഭയങ്കര ആസ്വദിച്ച് അവർ കഴിക്കുന്നത്. അങ്ങനത്തെ ഒരു ഐറ്റം നമ്മളിന്ന് ചെയ്യുന്നത് ചിക്കൻ നഗൽസ്. ഒരു പക്ഷേ ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണെന്ന് തോന്നുന്നത്. ഏതായാലും ശരി, നമുക്കത് നല്ല ടേസ്റ്റ് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അതേ ടേസ്റ്റിൽ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം നമുക്കതിനാവശ്യമുള്ള ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞാൽ ചിക്കന് എല്ലൊക്കെ നീക്കി ഒരു 250 ഗ്രാം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ അളവിൽ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 6 ബ്രെഡ് വേണം. 3 എണ്ണം ഒന്ന് പൊടിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു 3 എണ്ണം കൂടെ എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഒന്ന് കണ്ടിച്ചാണ്. ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ 4 സൈഡും അങ്ങോട്ട് കണ്ടിച്ചുകൊണ്ട് കളയാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇങ്ങനെ കൂടെ മുറിക്കാം. ഓരോ ഫുഡ് ഓരോ രീതിക്കാണ് ചെയ്തിട്ട് അല്ലേ? ബ്രെഡ് ഇതുപോലെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്കൊരു ജാറെടുക്കാം. അപ്പം നമ്മൾ ഈ മസാലയൊക്കെ പൊടിക്കുന്ന ജാറ് വേണം. ഇതേ രീതിയിലുള്ള ബ്ലേഡ്. ഈ ചിക്കൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഇതേപോലെ ചെറിയൊരളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്ത 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി. അടുത്തായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി അതിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ അരയ്ക്കുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അളവിൽ ഇത്തിരി സോയാ സോസ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനത് ഒഴിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആദ്യമേ ഇതൊന്ന് പൊടിയണം. അരഞ്ഞോ വേണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ബ്രെഡും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, അരിഞ്ഞത്. ബ്രെഡ് കൂടെ ഇട്ടതിന് ശേഷം നമുക്കൊന്നുകൂടെ അരച്ചെടുക്കാം. ആദ്യമേ ചിക്കൻ ഇട്ട് ഒന്ന് അരച്ചതിന് ശേഷം വേണം. ഇത് അരഞ്ഞോ നോക്കട്ടെ. ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്. ഒരു പക്ഷേ നമുക്ക് സാധാരണപ്പെട്ടവർക്ക് ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താ പറയുക, പച്ചയ്ക്കൊക്കെ ചിക്കന് ഇതേപോലെയൊക്കെ അരച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ അല്ലേ? പക്ഷേ ഇത് ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇത് ഓരോന്നിനും ഓരോ രീതിക്കാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇത് നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്ക് ഇട്ടെടുക്കാം. ഒരു ബൗൾ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഉപ്പും എരിവും മസാലയൊക്കെ ആവശ്യത്തിന് ചേർത്തൊന്ന് നോക്കണം കേട്ടോ. ഉറപ്പ് വരുത്തിയ ശേഷം വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് നമ്മൾ ബൗളിനകത്ത് നമുക്ക് ഇനി വേണ്ടത് ഒരു അല്പം എണ്ണയാണ്. കയ്യോട് തൂത്തിട്ട് അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കും. ഒരല്പസമയമൊക്കെ നമ്മളിത് മെനക്കെട്ടാൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരല്പം എണ്ണ ഈ പലകര തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങോട്ട് വരും. ഇങ്ങനെ അങ്ങോട്ട് നേരത്തെ കൈ കൊണ്ട് തന്നെ അത് ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതേപോലെ തീരെ അങ്ങ് കനം കുറയണ്ട. ഈ ഒരു രീതിക്ക് ഈ പിച്ചാത്തി കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി എണ്ണ പിച്ചാത്തിലും തൂത്തിട്ട് ആദ്യമേ സൈഡൊന്ന് ലെവൽ ചെയ്യണം. ഇതേപോലെ ഉണ്ടോ. ഇനി ഇത് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ ഓരോ കട്ടകളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കാം.
ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇളക്കിയെടുക്കാം. ഇതുണ്ട്, ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പും ഇതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇതേപോലെ ഒന്ന് മുറിച്ചെന്നേ ഉള്ളൂ, ഈ ഒരു രീതിക്ക് മുറിച്ചെന്നേ ഉള്ളൂ. തൊട്ട് പിടിക്കുകയാണെങ്കിൽ തന്നെ കത്തിയിലൊരു ഇച്ചിരി അല്പം കൂടെ എണ്ണ തൂത്തിട്ട് വേണം അടത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി മാറ്റിയ ശേഷം വേണം നമുക്ക് ബാക്കി റെഡിയാക്കാനായിട്ട്. ഒരു കോഴിമുട്ട എടുക്കുക, അതുകൊണ്ട് പൊട്ടിച്ച് ഒരു നുള്ളു കുരുമുളക് പൊടി, ഒരല്പം ഉപ്പ് പൊടി. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിരിക്കുക. ഇതേപോലെ നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം പാലൂടെ ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ ഇതേപോലെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഐറ്റങ്ങളൊന്നുമല്ല, ഇതൊക്കെ വെളിയിൽ നിന്നുള്ള വരവാണ്. പക്ഷേ എന്നാ പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ്, ഇത് മേടിച്ച് കഴിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതേപോലെ ഒരു 2-3 ബ്രെഡ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതുണ്ട്. എന്നിട്ട് 2 ഭാഗം ഒന്ന് മുക്കിയിട്ട് നേരെ ആ ബ്രെഡ് പൊടിക്കകത്തോട്ട് ഇട്ടു. ഇതേപോലെ നല്ലപോലെ ഈ പൊടിയൊന്ന് മുക്കിയെടുക്കുക. കൈ കൊണ്ട് തന്നെ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കട്ട്ലേറ്റ് ചെയ്യുന്നത് അല്ലേ, ഏതാണ്ട് ആ ഒരു രീതിക്കൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇത് മുട്ടയ്ക്കകത്ത് പാലൊന്നും ഒഴിച്ച് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലെ ഐറ്റമല്ല. ഇതേപോലെ അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് വെക്കും. അപ്പോൾ ബാക്കിയൂടെ ഇതേ രീതി വേണം അതൊന്ന് മുക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് പുരട്ടി വെക്കുക. ഇനി നമുക്കത് വറുത്തെടുക്കണം. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ചീനച്ചട്ടിയോ കടായോ ഇഷ്ടമുള്ള അടുപ്പത്തോട്ടൊന്ന് വെക്കുക. ചട്ടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സാറിന് ഓയിലാണ് മിക്കപ്പോഴും എല്ലാവരും ചേർക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഓയിൽ ചേർക്കണമെങ്കിൽ ഓയിലും ചേർക്കും, ഇഷ്ടമുള്ള ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായ ശേഷം നമുക്കിതങ്ങോട്ട് പറക്കിടാം. അപ്പോൾ ഈ 2 സൈഡും ഒന്ന് മുറിച്ചെടുക്കണം. നമുക്ക് തിരിച്ചിട്ട് കൊടുത്തു നോക്കാം. ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ അകം കൂടെ വേകണം കേട്ടോ. തീ കൂട്ടി വെച്ച് കൊടുക്കുന്നത് ചെറിയ തീയിൽ നിങ്ങൾ റെഡിയാക്കിയെടുത്താണ്. ഇപ്പോൾ 2 സൈഡും നല്ലപോലെ ഒന്ന് മോരിച്ചതിന് ശേഷം, അതായത് കരിഞ്ഞു പോലെ നല്ലൊരു ബ്രൗൺ നിറമാകണം. ഇനി നമുക്കിത് കോരിക്കൊണ്ടിരിക്കാം. എണ്ണ ഒന്നും പിടിക്കത്തുള്ളൂ കേട്ടോ. എണ്ണയൊക്കെ നല്ലപോലെ വാർന്നതിന് ശേഷം ഇനി ബാക്കിയുടെ ഒന്ന് വറുത്തെടുക്കാം. അത്യാവശ്യം എണ്ണ ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഏതായാലും 2 ട്രിപ്പിന് അതങ്ങ് റെഡിയാക്കിയെടുക്കാം. ഉള്ളാങ്ങിട്ടേക്ക് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ അതെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇതും അതേപോലെ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗൽസ്. ഞാൻ പറഞ്ഞല്ലേ, ഈ മാളിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലൊക്കെ പലയിടത്തും ഇതൊക്കെ വിൽക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഇഷ്ടംപോലെ മേടിച്ച് കഴിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നി, മനസ്സിലൊന്ന് ഉടക്കിയതാണ്, ഇതൊന്നും ചെയ്യണം. ഏതായാലും തന്നെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്പസമയം നമ്മുടെ ഒന്ന് മെനക്കെട്ടാൽ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല. എനിക്ക് വളരെ സിമ്പിളായിട്ടാണ് തോന്നി കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ് സാധനം. നമുക്ക് ഒരു 2 എടുത്ത് നോക്കാം. നല്ല ക്രിസ്പിയായിട്ട് ഉണ്ടോ?
നമുക്ക് ഒരെണ്ണം മുറിച്ച് നോക്കാം. ഒരു കഷ്ണം ഒന്ന് മുറിച്ച് അല്പ സോസിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. പൊളിയായിട്ടാണ് കേട്ടോ, ചുമ്മാ അല്ല. ഈ പിള്ളേരൊക്കെ ഇതൊക്കെ മേടിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏതായാലും ചിക്കന് ഒരുമാതിരിപ്പെട്ട വീട്ടിലെല്ലാം മേടിക്കും അല്ലേ. അതേന്ന് ഒന്നോ രണ്ടോ കഷ്ണം എടുത്ത് മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ, ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.